നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ആൾക്കാരാണ് എൻഡിൽ വരുമ്പോൾ. നല്ല സിനിമയാണ്, കാണേണ്ട സിനിമയാണ്. സിനിമ ട്വിസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഉണ്ടാവുന്നത്. പുതിയൊരു സംവിധായകനാണ്. പുതിയതായിട്ട് ചെയ്ത് അങ്ങനെ ഒരു ഫീൽ ഇല്ലായിരുന്നു. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ചെയ്തതുപോലെ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഒരു വലിയൊരു എഫേർട്ടാണ് ഇന്ന് റിലീസായത്. അപ്പം എല്ലാവരും ഒന്നിച്ച് ഞങ്ങളെല്ലാവരും എഫേർട്ടിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്നാണ് മൂവി കണ്ടത്. അതിലൊരുപാട് സന്തോഷം. എല്ലാവരും വരാൻ സാധിച്ചു. അതും കണ്ടതിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് തോന്നി ഞങ്ങളുടെ ഇട്ട എഫേർട്ടിന് മൂവി വേർത്തിയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. എല്ലാവരും വന്ന് തിയേറ്ററിൽ തന്നെ ഞങ്ങളുടെ സിനിമ കാണണം. എനിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. പടം എങ്ങനെയുണ്ട്? തുടക്കം മുതൽ അവസാനം ത്രില്ലർ അടുപ്പിക്കുന്നു. ഫസ്റ്റ് ഹാഫിലൊന്നും കൊലയാളി ആരാണെന്ന് ചില മൂവീസാണ് അറിയാൻ പറ്റും ആരായിരിക്കും. പക്ഷേ ഇതിൽ എനിക്കങ്ങനെ തോന്നിയില്ല. ലാസ്റ്റ് എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? നമുക്ക് താരങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. നമ്മൾ ചെയ്ത നമ്മുടെ ഒരു ടീമിൻ്റെ ഫസ്റ്റ് പടമാണ്. അപ്പോൾ ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് മാത്രമേ എൻ്റെ ഈ കുരുക്കെന്ന് പറഞ്ഞ പടം കണ്ടിട്ടുള്ളൂ. പക്ഷേ റിവ്യൂവിന് പോയിട്ടില്ല. അപ്പോൾ ഞാനും ഇപ്പോഴാണ് പടം പൂർണ്ണമായിട്ട് കാണുന്നത്. നമ്മൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതിനെക്കാട്ടി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു ചെറിയ പടം ആയതുകൊണ്ട് തന്നെ ഇത് പടം കണ്ടിറങ്ങുന്ന ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മാത്രമേ ഈ പടം മുന്നോട്ട് പോകത്തുള്ളൂ. കാരണം കുഞ്ഞു പടമാണല്ലോ പക്ഷേ നല്ല കഥയാണ്. നല്ല ത്രില്ലിംഗ് ആയിട്ട് തന്നെ പോയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പടം കണ്ട് സപ്പോർട്ട് ചെയ്യണം. കുരുക്കെന്നാണ് പടത്തിൻ്റെ പേര്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാം പടമാണ്. നല്ലൊരു ക്രൈം ത്രില്ലറാണ്. ഉറപ്പായിട്ടും എല്ലാവരും കാണണം. ശരിക്കും ഫസ്റ്റ് ഹാഫ് വരെ നമ്മൾ വിചാരിക്കുന്നത് ആരാണ് എന്താണ് ഇതിലെ സംഭവം എന്നുള്ളത് നമുക്ക് ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ ഇതിൽ കണ്ടുപോകണം. എല്ലാവരും അഭിപ്രായമാണ്. ഒരുപാട് ആൾക്കാർ ചേർന്ന് പുതിയ പുതിയ ആൾക്കാർ നല്ല കഴിവുള്ള ആൾക്കാർ ചേർന്നെടുത്ത ഒരു പടമാണ്. സോ എല്ലാവരും കൂടെ ചേർന്ന് വിജയിപ്പിക്കണമെന്നാണ് ആഗ്രഹം. താങ്ക് യു. തന്നെയാണ് പറയാനുള്ളത്. ഒരുപാട് എല്ലാവരും അപ്കമിങ് ആർട്ടിസ്റ്റാണ്, ഫിലിം മേക്കേഴ്സാണ്. അപ്പോൾ എല്ലാവരും ആർട്ടിസ്റ്റ് ബേസ്ഡ് ആയിരുന്നില്ല എന്ന് പറഞ്ഞ് കുറേ പടങ്ങൾ അങ്ങനെ ആരും അറിയാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു സ്ക്രിപ്റ്റാണ്. ഒരു ക്രൈം ത്രില്ലറാണ്. എല്ലാവരും വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അടിപൊളിയായിട്ട് ക്ലൈമാക്സ് ഒക്കെയാണ്. ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ നല്ലൊരു ത്രില്ലറാണ്. മാക്സിമം എല്ലാവരും വന്ന് എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. മൂവി എക്സ്പീരിയൻസ് ആണ്. അതിനകത്ത് ക്യാരക്ടറോട് തന്നെയാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യൽ അനുഭവമാണ്. പക്ഷേ അല്ലാണ്ടൊരു മൂവി എന്ന രീതിയിൽ ക്രൈംത്രില്ലർ മൂവി നമ്മളാണെങ്കിൽ ഭയങ്കര ഒരു വേറൊരു കഴിവുള്ള അനുഭവമാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം എന്ന് തന്നെയാണ് പറയുന്നത്. ഈ ക്ലൈമാക്സ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭയങ്കര ട്വിസ്റ്റാണ്. ട്വിസ്റ്റുകളോടെ ഒരു നീണ്ട നിരയാണ് ഈ മൂവിയിൽ. അപ്പോൾ കുരുക്കെന്ന് പറഞ്ഞ മൂവി മസ്റ്റായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്. കാണണം. നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. വിചാരിച്ചതിനെക്കാട്ടി നല്ല രീതിയിൽ സിനിമ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടും ചെയ്തിരിക്കുന്നത് ഞാനാണ്. താങ്ക് യു സോ മച്ച്. ബാക്കി ആൾക്കാർ പറയുന്നതായിരിക്കും. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് നിങ്ങൾ കാണണമെന്നാണ്. ഒരു ചെറിയ സിനിമയാണ്. നിങ്ങളെല്ലാവരും കൂടെ വിചാരിച്ചാൽ മാത്രമേ ഇതൊരു നല്ല വിജയമാക്കി എനിക്കത് മുന്നോട്ട് പോകുന്നുള്ളൂ. പിന്നെ ഞാനിതിൻ്റെ അകത്തൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ജാസ് ചേട്ടൻ പാടിയ പാട്ട് റാപ്പ് എഴുതിയിരിക്കുന്നത് ഞാനാണ്. ഓക്കെ, അപ്പം എല്ലാവരോടും ഒരു റിക്വസ്റ്റേ ഉള്ളൂ, എല്ലാവരും സിനിമ വന്ന് കാണണം. താങ്ക് യു. കാണാൻ പറ്റുമെന്നുള്ളൊരു 100% ഉറപ്പ് ഇറങ്ങിയൊരു പ്രേക്ഷകർ. അപ്പോൾ എല്ലാവരും കാണണം. ഒരു ചെറിയൊരു സിനിമയാണ്. അപ്പോൾ ഇത് എല്ലാവരും കണ്ട് ഇങ്ങനെ കൊള്ളാമെന്ന് ആൾക്കാർ പറഞ്ഞാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കണ്ട് ഇഷ്ടപ്പെടുന്നത് കാണണം. സൂപ്പർ പുതിയ ഡയറക്ടറാണ്. ഡയറക്ടർ ആൾക്കാർ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. വളരെ എല്ലാ അത്യാവശ്യം ഭംഗിയായിട്ട്